ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് രാവിലെ തൊട്ട് ഒരു ഉച്ചയ്ക്കൊക്കെ ചെയ്യുന്ന ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഴയാണ്. ഇപ്പോൾ കാലവർഷം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലായിടത്തും വെള്ളപ്പൊക്കവും മഴയും ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമാണല്ലോ. കുറച്ച് നേരം മഴയെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നേരെ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പാലപ്പവും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം പുരട്ടി മസാലകളൊക്കെ പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതിനിടയിൽ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് നല്ല അടിപൊളിയായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലുണ്ടല്ലോ പുളിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇത് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ ഞാനിത് അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ മേളിൽ അതിൻ്റെ പുറത്ത് നല്ല ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി വരും. നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഈസിയാണ്. 1.5 മണിക്കൂറിനുള്ളിലാണ് ഞാൻ ഈ പാലപ്പം പുളിപ്പിച്ചെടുത്തത് കേട്ടോ. രാവിലെ അങ്ങ് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. തലേന്ന് അരച്ച് വെക്കുന്ന പരിപാടിയില്ല. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് രാവിലെ അങ്ങ് അരച്ച് വെക്കുക. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പാലപ്പം റെഡിയാക്കാം. അപ്പോൾ നല്ല പാലപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പാലപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് ഞാൻ താഴെ കിട്ടുമെങ്കിൽ കൊടുക്കുക. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അങ്ങനെ പാലപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട് ഇടയ്ക്ക് കറണ്ട് പോകും വരും അതാണ് അവസ്ഥ. അപ്പോൾ കറണ്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികളായിട്ട് ഞാനിപ്പം കക്കയിറച്ചി ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. നല്ല ഇഷ്ടമാണ് എനിക്ക് കക്കയിറച്ചി റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഇത് ക്ലീൻ ചെയ്യാനുള്ള പാടാണ് ഭയങ്കര. ഞാൻ പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ച കക്കയിറച്ചി നന്നായിട്ട് പുരട്ടി വെച്ചു. അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ തേങ്ങാക്കൊത്തും സവാള, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് അങ്ങ് വേവിച്ച് നന്നായിട്ട് എടുത്തിട്ട് പിന്നെ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കും. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നതിന്. പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ട് നമ്മുടെ നീളപ്പയറില്ലേ അതാണ് എടുത്തത്. പിന്നെ അത് വേഗം തന്നെ അതും ഒന്ന് കറി വെച്ചു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ചോറിന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, പയറ് തോരൻ, കക്കയിറച്ചി റോസ്റ്റ്. അപ്പം പുളിശ്ശേരിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള പുളിശ്ശേരിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.